So, welcome to the Power Circles. I am Ajmal Isuddin, the business growth coach. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈൻഡ് ക്ലെൻസിങ് ആണ്. മൈൻഡ് ക്ലെൻസിങ്. സോ എന്താണ് മൈൻഡ് ക്ലെൻസിങ്? ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു ബിസിനസ് ഓണർ, ഒരു ഓൺടർപ്രണർ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് വി നീഡ് ടു ബിൽഡ് എ ക്യാരക്ടർ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിംഗ് ലാൻഡിനെ ക്ലിയർ ചെയ്യുന്നത് ട്രാക്ടറും JCBയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് കട്ട പിടിച്ച ലാൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇളക്കി മറിച്ച് സോയിലിനെ ഫ്രീ ആക്കി വിത്ത് വിതക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഫാം ലാൻഡിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡും ചില കാര്യങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ആദ്യം നമ്മൾ ചെയ്യണതാണ് അതെല്ലാം ഒന്ന് ഫ്രീ ആക്കണം. ഇത് കാരണം നമ്മളൊരു മനുഷ്യനാണ്, വി ആർ ഹ്യൂമൻ ബീങ്. നമ്മൾ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകും, നമ്മൾ പല ആളുകളുമായി സംസാരിക്കും, നമുക്ക് പല പല പ്രോബ്ലംസ് നമുക്കുണ്ടാവും. ആൻഡ് നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഫ്രം അവർ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അതർ ബിസിനസ് ഓണേഴ്സ്, അവർ കോമ്പറ്റീറ്റേഴ്സ്, ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ്. സോ നമുക്കൊരു ക്യാരക്ടർ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ കിടക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് യു നീഡ് ടു റിമൂവ് ദാറ്റ്. നമ്മൾ ക്ലെൻസിങ് എന്ന് പറയും, ഇറ്റ്സ് എ ക്ലീനിങ്. മൈൻഡ് ക്ലെൻസിങ് എന്ന് പറയും, അത് നമ്മൾ ക്ലീൻ ചെയ്യണം. സോ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രോബ്ലംസ്, ഒരു പേപ്പർ എടുക്കാം. ജസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ഡൗൺ 1 2 3 4 പ്രോബ്ലം 1, പ്രോബ്ലം 2, പ്രോബ്ലം 3. എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രോബ്ലംസ്, എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആരോടൊക്കെ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ, ആരോടൊക്കെ നിങ്ങൾക്ക് വാശിയുണ്ടോ, ആരൊക്കെ നിങ്ങളെ പറ്റിച്ചോ, എല്ലാ കാര്യങ്ങളും, ഓൾ ദ നെഗറ്റീവ്സ്, എല്ലാ നെഗറ്റീവും ഉള്ളിൽ നിന്ന് എടുത്ത് പോവുക. മേ ബി കഴിഞ്ഞൊരു പ്രാവശ്യം നിങ്ങൾ തീരുമാനം എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതിക്കോ, ഇന്നൊരു ദിവസം ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. സോ ഈ ഒരു പേപ്പറിൽ മാക്സിമം നിങ്ങൾ ഒരു 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് നിങ്ങൾ ഫോൺ മാറ്റി വെച്ച് വളരെ ഫ്രീ ആയിട്ട് ഒറ്റക്ക് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലോ നിങ്ങൾ പോയിരിക്കുക. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റ് മ്യൂസിക് വേണമെങ്കിൽ കൊടുക്കാം, ഒരു ലൈറ്റ് മ്യൂസിക്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതുക. സി, മാജിക് വിൽ ഹാപ്പൻ. ഐ ആം ഡാം ഷുവർ ദാറ്റ് മാജിക് വിൽ ഹാപ്പൻ. ബിക്കോസ് എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കോച്ച് ചെയ്യുന്ന, ഞാൻ പേഴ്സണൽ മെൻറ്റർ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ മാജിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് മാജിക്കൽ വേർഡ്സ്, ദിസ് ഇസ് എ റിയൽ ഫാക്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യും. യു ഡു ദിസ്, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ഫീൽ. സോ മൈൻഡ് ക്ലെൻസിങ് എന്നാണ്, ക്ലീൻ ആക്കുക. അപ്പോൾ നമ്മൾ റൂമെല്ലാം നമ്മൾ ക്ലീൻ ആക്കുമല്ലോ, ഒരു ഹൗസ് വാമിങ്ങിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, വീടെല്ലാം വെള്ളം ഒഴിച്ച് അടിച്ച് ക്ലീൻ ആക്കും. എന്തിനാണ് ക്ലീൻ ആക്കുന്നത്? ഒരു ഫ്രഷ് ഫീൽ വരാൻ. സോ ഇഫ് യു ആർ എ ബഡ്ഡിങ് ഓൺടർപ്രണർ, ഇനി പോട്ടെ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓണർ ആണ് എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്കും ചെയ്യാം. ബിക്കോസ് നല്ലതാണ്. പക്ഷെ ഇത് ഇന്നും നാളെയും എപ്പോഴും ചെയ്യണം എന്നുള്ളതല്ല കേട്ടോ, ഇത് എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല. ബിക്കോസ് ഇത് നമ്മളൊന്ന് വൺസ് ഇൻ എ വൈൽ, ഒരുപാട് കാലങ്ങൾ നെഗറ്റീവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കൊന്ന് ഫ്രീ ആവണമെന്ന് ഫീൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൈൻഡ് ക്ലെൻസിങ്. സോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരു ടൈം, ഒരു 30 മിനിറ്റ്സ് ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക. ആൻഡ് നോ ഡിസ്ട്രാക്ഷൻ, ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാൻ പാടില്ലാത്തൊരു നല്ലൊരു ഏരിയയിൽ നല്ലൊരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എന്തായാലും കുഴപ്പമില്ല, അതെടുക്കുക. നിങ്ങളിരുന്ന് മേ ബി നമ്മൾ പാസ്റ്റിലേക്ക് പോകും, നമ്മൾ ഒരുപാട് പാസ്റ്റിലേക്ക് പോകും. സോ പാസ്റ്റിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് എത്രയാണോ എഴുതാൻ പറ്റുന്നത് മാക്സിമം നിങ്ങൾ ആ ഒരു മൈൻഡ് ക്ലെൻസിങ് ആ ഒരു പേപ്പറിൽ നിങ്ങൾ മാക്സിമം എഴുതുക.
ഒരു കുറവും വരുത്തണ്ട, എല്ലാം നിങ്ങൾ എഴുതിക്കും, മാക്സിമം എഴുതിക്കും. ആ ഒരു ഫീലോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ കടന്നു പോയത് ആ ഒരു ഫീലോട് കൂടിയിട്ട് വേണം നിങ്ങളിത് എഴുതണം. ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. മേ ബി നിങ്ങൾക്ക് സങ്കടം വരാം, കരച്ചിൽ വരാം, ദേഷ്യം വരാം, വാട്ട് എവർ ഇറ്റ് കം, ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ, ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ. ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് ഐ ബിൽഡ് ദിസ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ ദ മാജിക്. ആൻഡ് ഇത് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടേക്ക് ദാറ്റ് പേപ്പർ, ഒരു ലൈറ്റർ കയ്യിലെടുക്കുക ആൻഡ് ഫയർ ഇറ്റ്. നിങ്ങളുടെ കയ്യിലിരുന്ന് അത് കത്തുന്നത് കാണാം. അങ്ങനെ കത്തി പോകുന്നത്, ആ ഒരു ഫീൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ യു ആർ ക്ലെൻസിങ് ഇറ്റ്. കത്തിച്ച് കളഞ്ഞേക്കുക. ആൻഡ് ആ ഓൺ ദ സ്പോട്ടിൽ, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ദ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല. ഐ ജസ്റ്റ് റിമൂവ് ഓൾ തിങ് ആൻഡ് ഐ എം ബിൽഡിങ് മൈ ക്യാരക്ടർ, ഐ എം ബിൽഡിങ് മൈ മൈൻഡ് സെറ്റ്, ഐ എം എ ബഡിങ് ഓൺട്രപ്രണർ ആൻഡ് ഐ എം എ ബിസിനസ് ഓണർ. I will do magics in this world. So just set your mind. So this is what is mind cleansing. So ഈ മൈൻഡ് ക്ലെൻസിങ് നിങ്ങൾ യൂസ് ചെയ്യാം. ഇത് നിങ്ങളൊരു ബിസിനസ് ചെയ്യാമെന്നില്ല, നിങ്ങളൊരു പ്രൊഫഷൻ, നിങ്ങളൊരു ജോബ്, ആർക്കും ചെയ്യാൻ പറ്റും. മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടാസ്ക്കാണ് മൈൻഡ് ക്ലെൻസിങ്. So do it. See you.